മലയാളികൾക്ക് ആഘോഷമെന്നാൽ രുചിയൂർന്ന സദ്യയും സദ്യയുടെ പൂർണ്ണതയെന്നാൽ മധുരമൂർന്ന പായസവുമാണ്. നെയ്യിൽ മൊരിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും മണക്കുന്ന പായൽ പായസവും ശർക്കരപ്പാനിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കുറുക്കിയെടുത്ത അടപ്രഥമനും ഇല്ലാതെ മലയാളികൾക്ക് എന്ത് ഓണം. എന്നാൽ ഇത്തവണത്തെ ഓണക്കാലത്ത് അടുക്കളയിൽ തേങ്ങാ ചിരണ്ടിയും പാല് കുറുക്കിയും മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ പുതിയ തലമുറ തയ്യാറല്ല. വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയും ഗുണനിലവാരവും ഉറപ്പു നൽകുന്ന റെഡിമെയ്ഡ് പായസങ്ങൾ വിപണി കീഴടക്കി കഴിഞ്ഞു. അടുക്കളയിലെ അധ്വാനം കുറച്ച് ഓണാഘോഷം കൂടുതൽ ആസ്വാദനമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബങ്ങൾ. പരമ്പരാഗത തനിമ ചോർന്നു പോകാതെ എന്നാൽ പുതിയ കാലത്തിന്റെ വേഗതയ്ക്ക് ഒത്തും മാറി ഓണം വിപണിയിൽ ഇത്തവണ പായസം വിൽപ്പന വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ പ്രാവശ്യം പായസോൽപ്പന ഓണത്തോടനുബന്ധിച്ച് നമുക്ക് പുതിയ വെറൈറ്റി പായസങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടപ്രഥമന്, പാലടപ്രഥമന്, അരിപ്പായസം. ഇപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ തലമുറകൾ മേടിക്കുന്നുണ്ട്. വെക്കുന്നവരും ഉണ്ട്. പക്ഷേ അതിൽ പരം നമ്മുടെ പായസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, രുചിയുണ്ട്. പരമ്പരാഗത അടപ്രഥമൻ, കടലപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പാലട, അമ്പലപ്പുഴ പായസം തുടങ്ങിയവ വിപണിയിൽ നിരന്നു. ഇത്തവണത്തെ ഓണവിപണിയിലെ മറ്റൊരു പ്രധാന ആകർഷണം പായസം ഗിഫ്റ്റ് പാക്കറ്റുകളാക്കി നൽകുന്ന പുതിയ രീതിയാണ്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഓണാശംസകൾക്കൊപ്പം രുചികരമായ പായസവും പ്രീമിയം ബോട്ടിലും കൗണ്ടറുകളിലും ആകർഷകമായി പാക്ക് ചെയ്ത് നൽകുന്നത് ട്രെൻഡായി മാറിക്കഴിഞ്ഞു. മധുരം വിളമ്പി ഓണത്തെ വരവേൽക്കുവാൻ മലയാളിയും ഒപ്പം റെഡിയാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.